ഓക്കെ. ഇനി നമുക്ക് ഒരു കാഴ്ചക്കാരൻ്റെ കണ്ണുകൾ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ഒബ്ജക്റ്റിനെ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് അയാളുടെ കണ്ണുകൾ എങ്ങനെയാണ് ഓടിച്ചെല്ലുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങളിപ്പോൾ ഒരു സിനിമ പോസ്റ്റർ കാണുകയാണെങ്കിൽ അതിൽ ഒരുപാട് നടന്മാരുണ്ടാവും. പക്ഷേ നിങ്ങൾ പെട്ടെന്ന് മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, ജയറാം ഇങ്ങനെയുള്ള മുഖങ്ങൾ പെട്ടെന്ന് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യും. പെട്ടെന്ന് നിങ്ങൾ അത് നോക്കൂല്ലേ. ആ ഫ്രെയിമിനകത്ത്, ആ പോസ്റ്ററിനകത്ത് ഒത്തിരി ആൾക്കാരുടെ മുഖങ്ങളുണ്ട്. പക്ഷേ അവിടെ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി ഇവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് നിങ്ങൾ ആദ്യം അതിലേക്ക് ശ്രദ്ധ പോകും. എന്തൊക്കെ അവിടെ കളർഫുള്ളായിട്ടുള്ള വസ്തുക്കളുണ്ടെങ്കിലും ആദ്യം നിങ്ങളുടെ കണ്ണ് പോവുക ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ആ ഒരു മുഖത്തേക്കായിരിക്കും അല്ലേ. അപ്പോൾ കമ്പോസിഷൻ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയിൽ കാഴ്ചക്കാരൻ്റെ കണ്ണുകളെ ഏറ്റവും ആദ്യം ആകർഷിക്കുന്നത് നോൺ ഒബ്ജക്ട്സ് എന്ന് പറയുന്ന അയാൾക്കറിയാവുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഒരു ഫോട്ടോയിലുണ്ടെങ്കിൽ അയാൾ എങ്ങനെ അത് എത്ര ചെറുതാണെങ്കിലും പെട്ടെന്ന് അയാൾ തിരിച്ചറിയും. അതായത് നിങ്ങളുടെ സ്കൂളിലെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം പോകുന്നത് ഇപ്പം നിങ്ങളുടെ അല്ല, നിങ്ങളുടെ മക്കളുടെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് അറിയുന്ന കുട്ടികളെ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ടാവും അതിനകത്ത്. ആ അറിയുന്ന മുഖം, അതുപോലെ നിങ്ങളുടെ അയൽപക്കത്തെ കുട്ടി അതിനകത്തുണ്ടെങ്കിൽ അയ്യോ ഇവനും ഉണ്ടല്ലോ എന്നുള്ളത് പറഞ്ഞിട്ടാണ് നിങ്ങളവിടെ, വേറെ ഒന്നും ആയിരിക്കില്ല അതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ആദ്യം ഈ അറിയുന്ന വസ്തുക്കളെയാണ് തിരിച്ചറിയുക. നോൺ ഒബ്ജക്ട്സ് എന്നാണ് ഇതിനെ പറയുക. ഒരു ഫ്രെയിമിനകത്ത് കാഴ്ചക്കാരന് അയാൾക്ക് പരിചയമുള്ള ഒരു വസ്തു ഉണ്ടെങ്കിൽ വേറെ എന്തൊക്കെ ഫോട്ടോഗ്രാഫി റൂൾസ് ഫോളോ ചെയ്താലും അവിടെ ആ കാഴ്ചക്കാരൻ്റെ മുന്നിൽ അതൊക്കെ പരാജയപ്പെട്ടിട്ട് അയാൾക്കറിയാവുന്ന ആ ഒരു ഒബ്ജക്റ്റിലേക്കായിരിക്കും അയാൾക്ക് ഏറ്റവും ആദ്യം ശ്രദ്ധ പോവുക. ഇപ്പോൾ സിനിമ പോസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നിങ്ങളുടെ മുന്നിൽ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശസ്തരായ അഭിനേതാക്കൾ നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി നിങ്ങൾക്ക് നല്ല പരിചയമുള്ള മുഖമാണ്. അപ്പോൾ പോസ്റ്ററിലേക്ക് നോക്കുമ്പോൾ ആദ്യം ആ മുഖം മാത്രമേ നിങ്ങളുടെ മനസ്സ് കണ്ടെടുക്കുകയുള്ളൂ. ആദ്യം തന്നെ നമ്മൾക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. ആ ഫ്രെയിമിൽ വരുന്ന ഒബ്ജക്ട്സിനെ നമ്മുടെ മെമ്മറീസിന് കമ്പയർ ചെയ്തിട്ട് അതിലേതെങ്കിലും വസ്തുക്കൾ നമുക്ക് അറിയുന്നുണ്ടോ എന്നാണ് ആദ്യം നോക്കുക. അപ്പോൾ ഇത് ഓക്കെ, ഈ ഫേസ് എനിക്ക് അറിയുന്നതാണെന്ന് പറയുമ്പോൾ നമ്മളെ കണ്ണുകളെ അവിടത്തേക്ക് ഫോക്കസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതൊന്നും എൻ്റെ കണ്ടുപിടുത്തങ്ങളല്ല. നമ്മുടെ മുൻപേ പോയ ആൾക്കാർ പറഞ്ഞു വച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, അത്ര തന്നെയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളുടെ കണ്ണുകൾ ആദ്യം കണ്ടെത്തുക നിങ്ങൾക്ക് പരിചയമുള്ള വസ്തുക്കൾ. അപ്പോൾ പോയിന്റ് നമ്പർ 1 കമ്പോസിഷനിൽ, ഫോട്ടോഗ്രാഫിൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് കാഴ്ചക്കാരൻ കണ്ടെത്തുന്നത് ഒന്ന് നോൺ ഒബ്ജക്ട്സ്. അയാൾക്കറിയുന്ന വസ്തുക്കളെ അയാൾ ആദ്യം അയാളുടെ കണ്ണുകൾ തിരിച്ചറിഞ്ഞിട്ട് അവിടത്തേക്ക് ശ്രദ്ധ പോകും. അത് ഇപ്പോൾ ഏത് എത്ര ഫേമസ് ഫോട്ടോഗ്രാഫർ ആയിക്കഴിഞ്ഞാലും അതിനകത്ത് നിങ്ങൾക്കറിയാവുന്ന ഏത് രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഒരു മരിച്ച വീട്ടിലൊരു സീനറിയാണ് കാണിക്കുന്നതെങ്കിൽ മരിച്ച വീട്ടിൽ മുന്നിൽ ഏറ്റവും ആദ്യമായിട്ട് ശവം കിടക്കുന്നുണ്ട്, അതിൻ്റെ അടുത്തായിട്ട് ഇവരുടെ ബന്ധുക്കൾ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പുറകിൽ നിങ്ങളുടെ അടുത്തൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഇവനിവിടെ പോയിരുന്നോ എന്നുള്ള രീതിയിൽ അയാളെയാണ് നിങ്ങൾ തിരിച്ചറിയുക. ഇതാണ് ഞാൻ ഈ പറഞ്ഞത് നോൺ ഒബ്ജക്ട്സ്. അപ്പോൾ കമ്പോസിഷനിൽ അല്ലെങ്കിൽ കാഴ്ചക്കാരൻ്റെ വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ അയാൾ ആദ്യം കാണുക അയാൾക്ക് പരിചയമുള്ള വസ്തുക്കളെയാണ്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചോളുക. നോൺ ഒബ്ജക്ട്സ്. അപ്പോൾ നിങ്ങൾ ഒരു ഫിലിം സ്റ്റാറൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വേറെ ആരെയെങ്കിലും തന്നെ വേറെ എവിടെയെങ്കിലും ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആക്കി സെറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ആ നോൺ ഒബ്ജക്റ്റിനെ, ഫേമസ് സെലിബ്രിറ്റിയൊക്കെ ആണെങ്കിൽ അവരെ തന്നെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഫോട്ടോ കമ്പോസ് ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾ കമ്പോസ് ചെയ്ത ഫോട്ടോയിൽ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതിൻ്റെ ഇപ്പോൾ ഒരു ഇനാഗുറേഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ഓണർ അയാളെ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന രീതിയിൽ പക്ഷേ നിങ്ങൾ ഫ്രെയിം കമ്പോസ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ കാഴ്ചക്കാരെല്ലാവരും തന്നെ ആദ്യം കാണുന്നത് ആ സിനിമ നടിയോ സിനിമ നടനോ അല്ലെങ്കിൽ ആ സെലിബ്രിറ്റി, ആ സ്റ്റാർ വാല്യൂ ഉള്ള ആൾ അല്ലെങ്കിൽ ആ നോൺ ഒബ്ജക്റ്റ് അതിനെ ആയിരിക്കാം നിങ്ങളുടെ കാഴ്ചക്കാരൻ കാണുന്നത്. അതുപോലെ നിങ്ങളുടെ കുറേ നടീനടന്മാർ പങ്കെടുത്ത ഒരു മീറ്റിംഗ് ആണ്
അപ്പോൾ നടീനടന്മാർ ഞാൻ ഉദാഹരണം പറയാൻ കാര്യം നമുക്ക് എല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്കൊക്കെ തിരിച്ചറിയുന്ന മുഖങ്ങളായിരിക്കും നടീനടന്മാരുടെ. അപ്പോൾ അവർ നടക്കുന്ന ഒരു മീറ്റിങ്ങിൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ഫ്രണ്ട് ഒരു ബുക്കും പേപ്പറുമായിട്ട് അല്ലെങ്കിൽ ഒരു ക്യാമറയായിട്ട് ഒരു കോർണറിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം കാണുക നിങ്ങളുടെ കൂട്ടുകാരനെ ആയിരിക്കും. ബാക്കിയുള്ള നടന്മാരെയും നടിമാരെയൊക്കെ അതിന് ശേഷമേ കാണുള്ളൂ. അതാണ് നോൺ ഒബ്ജക്ട്സിൻ്റെ പ്രത്യേകത. ഏറ്റവും കൂടുതൽ പരിചയമുള്ള, ഏറ്റവും നന്നായിട്ട് അറിയുന്ന വസ്തുക്കളെ നിങ്ങൾ ആദ്യം കാണും. റെഡി അല്ലേ? അപ്പോൾ പോയിന്റ് നമ്പർ 1 നോൺ ഒബ്ജക്ട്സ് ആണ്.